ഹരി ഓം. അഞ്ചാമത്തെ ഗൃഹാശ്രമസൂത്രമാണ്. കളത്രപുത്രാദ്യാശ്രിതാനാം രക്ഷേത് സർവവിധേന. കളത്രമെന്ന് പറഞ്ഞാൽ പത്നി, ഭാര്യ. പുത്രന്മാരും പുത്രികളും. കളത്രപുത്രാദി ആശ്രിതാനാം, ഭാര്യ, കുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ തുടങ്ങിയ ആശ്രിതരെ, നമ്മെ ആശ്രയിച്ച് നിൽക്കുന്നവരെ രക്ഷിക്കണം. സർവവിധേന, എല്ലാ വിധത്തിലും അവരെ രക്ഷിച്ചു കൊള്ളണം. ഇത് ഋഷീശ്വരന്മാർ, ഈശ്വരൻ്റെ പ്രതിനിധികളായ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. ചുമ്മാ ഉപദേശമല്ല, നിർദ്ദേശമാണ്. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം ഓരോ ഗൃഹസ്ഥനും. അപ്പോൾ ആശ്രിതരെ രക്ഷിച്ചു കൊള്ളണമെന്നാണ് ഋഷീശ്വരൻ പറയുന്നത്. ആശ്രിതർ എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, മക്കൾ, നിങ്ങളുടെ കൂടെ അതേ വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇത്രയും പേര് മാത്രമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച, പട്ടി, പശുക്കൾ, കിടാക്കൾ, നിങ്ങൾ നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ, ഇതെല്ലാം അതിൽ വരും. ഇതെല്ലാം നിങ്ങളെ ആശ്രയിച്ചാണ്, ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സർവവിധേന, എല്ലാ വിധത്തിലും അവയെ രക്ഷിക്കണം. അപ്പം നമ്മുടെ ഗൃഹസ്ഥന്മാർ ഭക്ഷണം കഴിക്കാൻ, ഗൃഹസ്ഥനും ഗൃഹസ്ഥയും ഭക്ഷണം കഴിക്കേണ്ടത് അവസാനമാണെന്നാണ് ആചാര്യന്മാർ പറയുക. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് വീട്ടിലെ പുരുഷന്മാർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീകളും കുട്ടികളും കഴിക്കും. ചില വീടുകളിൽ കുട്ടികൾക്കായിരിക്കും ആദ്യം കൊടുക്കുക. ചില വീടുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഗൃഹസ്ഥനും ഗൃഹസ്ഥയും അവസാനമേ കഴിക്കാവൂ. കാരണം ബാക്കി അവരെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഗൃഹസ്ഥനും ഗൃഹസ്ഥയും, കാരണം അവർക്കെല്ലാം ഭക്ഷണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, അവർക്കെല്ലാം വസ്ത്രമുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അവർക്ക് ബുദ്ധിമുട്ടുകളില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷമേ ഗൃഹസ്ഥനും ഗൃഹസ്ഥയും ഭക്ഷണം കഴിക്കാവൂ എന്നാണ് നിയമം. ഇപ്പോൾ പക്ഷേ അത് ബാധകമല്ല. കാരണം നമ്മളെല്ലാവർക്കും വേണ്ട ഭക്ഷണം അവിടെ കരുതുന്നുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല, കാരണം എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റങ്ങ് ഭക്ഷണം കഴിക്കുക. അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കണം, എല്ലാവർക്കും വസ്ത്രം ഉറപ്പാക്കണം. ആശ്രിതാനാം രക്ഷേത് സർവവിധേന, എല്ലാ വിധത്തിലും രക്ഷിക്കണം. വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ മാത്രം കാര്യത്തിലല്ല. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരുടെ മകൻ എന്തോ കുറ്റകൃത്യം ചെയ്തു. അപ്പോൾ ടീച്ചർ വലിയ ആദർശധീരയായിരുന്നതുകൊണ്ട് അവർ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വന്ന് മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അപ്പോൾ പാവം ഈ സ്ത്രീ വിചാരിച്ചത് മകനെ അവർ സൂക്ഷിക്കും എന്നാണ്. കാരണം ഇത്രയും ആദർശധീരയായ ഒരു സ്ത്രീയാണല്ലോ. തൻ്റെ മകൻ തെറ്റ് ചെയ്തു, അത് പോലീസിൽ വിവരം അറിയിച്ചു. ആൾക്കാർ പുകഴ്ത്താൻ തുടങ്ങി. അന്ന് പലരും എന്നോട് വന്ന് ചോദിച്ചു, ആ ടീച്ചർ കാണിച്ചത് നല്ലതല്ലേ, ശരിയല്ലേ? ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് കഴിയട്ടെ എന്ന് ഈ സംശയം ചോദിച്ചവരോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പയ്യന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ടീച്ചർക്ക് മനസ്സിലായത് പയ്യനെ കയ്യിലിട്ട് പോലീസുകാർ നന്നായിട്ട് പെരുമാറി. ഈ മാന്യതയൊന്നും പോലീസുകാർ തിരിച്ചു കാണിച്ചില്ല. അപ്പോൾ ടീച്ചർ എങ്ങനെയായി? ടീച്ചർ വിഡ്ഢിയായില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ധർമ്മമാണ്? ടീച്ചർ അങ്ങനെ ചെയ്യാമായിരുന്നോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അച്ഛൻ, അമ്മ, ആചാര്യൻ എന്നിവരുടെ കർത്തവ്യം തങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ രക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ പയ്യൻ തെറ്റ് ചെയ്തു എന്നത് ശരി തന്നെ. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും കർത്തവ്യം തൻ്റെ മകനെ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാറ്റിനെയും രക്ഷിക്കുക എന്നതാണ്. അത് സർവ്വവിധത്തിലും രക്ഷിക്കണം. ഒരിക്കലും ഈ അമ്മ ഈ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ആദർശത്തിൻ്റെ പേരിലായാലും. അത് ധർമ്മലോപമാണ്, അധർമ്മമാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ചോദിക്കും, പയ്യൻ ചെയ്തത് ശരിയാണോ? അത് ശരിയാണോ എന്നത് പോലീസുകാർ തീരുമാനിക്കും. പിടിക്കുക എന്നത് പോലീസുകാരുടെ ധർമ്മം, രക്ഷിക്കുക എന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ആചാര്യൻ്റെയും ധർമ്മം. അപ്പോൾ ഇതിലേത് ധർമ്മമാണ് ജയിക്കുക?
അത് ഈശ്വരൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അതാണ് ജയിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ധർമ്മം ചെയ്യുക. ഓരോരുത്തരും അവരവരുടെ ധർമ്മം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിലേത് ജയിക്കുന്നു എന്നത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചം വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് ഒന്നിനെയും വിലയിരുത്തി നമുക്ക് അന്തിമമായ ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന പശുവായാലും പട്ടിയായാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും ഒരു വീട്ടിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണം, വസ്ത്രം ഉറപ്പുവരുത്തണം, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം, അവരുടെ സുഖക്ഷേമങ്ങൾ, ഔഷധങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അതുകൊണ്ടാണ് കളത്രപുത്രാദ്യാശ്രിതാനാം രക്ഷേത് സർവവിധേനയും രക്ഷിച്ചു കൊള്ളണം എന്ന് ഋഷീശ്വരന്മാർ നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്.